ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അലമാരയിൽ നിന്നാണ് ശബ്ദം വന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ നോയ്സ്. അപ്പം നോയ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദം, അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് എന്നും പറയാം. അപ്പം ദ നോയ്സ്, വരിക എന്ന് വെച്ചാൽ കം. അപ്പം ഓൾറെഡി വന്നതെന്നാണ്. അപ്പം നമ്മൾ കമ്മിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയാണ് എഴുതുന്നത്. ദ നോയ്സ് കെയിം. അപ്പോൾ കമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ് കെയിം. ദ നോയ്സ് കെയിം. എവിടെ നിന്നാണ് വന്നത്? ദ നോയ്സ് കെയിം ഫ്രം ദ, നമ്മളിവിടെ എഴുതുന്നത് അലമാരയ്ക്ക് കബോർഡ് എന്നാണ് എഴുതാൻ പോകുന്നത്. സ്പെല്ലിംഗ് നോക്കിക്കോ. CUPBOARD, കബോർഡ്. ദ നോയ്സ് കെയിം ഫ്രം ദ കബോർഡ്. ദ നോയ്സ് കെയിം ഫ്രം ദ കബോർഡ്. അലമാരയിൽ നിന്നാണ് ശബ്ദം വന്നത്. ദ നോയ്സ് കെയിം ഫ്രം ദ കബോർഡ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റും വെർബൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മളിത് എങ്ങനെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ എന്താ സബ്ജക്റ്റ്? ഇവിടെ എന്താ?